ഒരു ഇൻട്രോ എടുക്കാൻ വിളിച്ചുകൊണ്ട് ഇരുത്തിയതാട്ടോ. അതിനെ കല്യാണീനെ കണ്ടു കേട്ടോ. ഇവിടെ പുകില് നടന്നുകൊണ്ടിരിക്കുക. എൻ്റെ പൊന്നും ഒന്നും പറയാനില്ല. സത്യം പറഞ്ഞാൽ ഒരു ഇൻട്രോ എടുക്കാൻ വേണ്ടി വിളിച്ചോണ്ട് കൊണ്ട് ഇരുത്തിയതാണ് ഇവിടെ. അപ്പോൾ ഇന്നത്തെ നല്ല വിശേഷമാണ് കേട്ടോ, ഒന്നും പറയാനില്ല. ചേട്ടാടെ ഒരു ചെരുപ്പ് വിഷ്ണു എടുത്ത് ഒരു പരിപാടി കാണിച്ചു. വിഷ്ണുവിനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും, തല്ലും. അതെന്താന്ന് കാണിക്കുന്നില്ല കേട്ടോ, നിങ്ങൾ വീഡിയോക്കകത്തോടെ തന്നെ കണ്ടാൽ മതി. അപ്പോൾ ഒന്നും പറയണ്ട. വിഷ്ണുവിനെ എന്നെല്ലാം പറഞ്ഞെന്ന് ഓടെ തമ്പുരാന് മാത്രം അറിയാം. അപ്പൂൻ്റെ ചെരുപ്പ് കണ്ണൊക്കെ ഇത്ര ഉണ്ടായിരുന്നു കേട്ടോ. മത്തങ്ങ എന്റെ സ്വഭാവം കിട്ടിയതാണോ സംശയമുണ്ട്. അവിടെ കല്യാണിക്കുട്ടി വന്നു. വാ. ഹലോ, ഗുഡ് മോർണിംഗ്. സിന്ധുമാവളസിലെ ഒരു പുതിയ ഹാപ്പി വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ പട്ടാളങ്ങൾ തമ്മിൽ ഉള്ള ഒരു അടിപൊളി ഇൻട്രോ ആണ് കേട്ടോ. അപ്പൊ എല്ലാരും ഓടിപ്പോയി, മിസ് ചെയ്യാണ്ട് വീഡിയോ ഉണ്ട്. ഇന്നെല്ലാം തെറ്റിപ്പോവാ. എന്താന്ന് വെച്ചാൽ ചിരിച്ചു മനുഷ്യൻ ഒന്നും പറയാനിരിക്കുക. അപ്പൊ എല്ലാം കിടക്കുന്ന റൂമിൻ്റെയാണ്. മഞ്ഞേ ഇങ്ങനെ ഈർപ്പം അങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ, ഒഴുകുക ചെല്ലാം കൂടെയൊക്കെ. ഇത്രയും തണുപ്പ് ജീവിതത്തിൽ ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. എൻ്റെ ഈ ഒരു പ്രായത്തിൽ ആദ്യമായിട്ടാട്ടോ ഇതേപോണക്ക് മഞ്ഞിൻ്റെയൊക്കെ ശല്യം. അയ്യോ. അപ്പോൾ ഈ പുറത്ത് യൂറോപ്യൻ കൺട്രീസിലൊക്കെ എന്ന അവസ്ഥയെന്ന് ഞാൻ ആലോചിക്കുന്നത്. കട്ടക്കത്തില്ല, ഇവിടോട്ടൊന്നും കട്ടക്കത്തില്ല. പിള്ളേരൊക്കെ ഉണ്ടല്ലോ ഐസ് മാതിരിയായിരിക്കുന്നത്, ഐസ് പോലെ. ബ്ലാങ്കറ്റിനൊന്നും ഒരു ചൂടും ഇല്ലാത്ത കൊണ്ട് ഭയങ്കര അവസ്ഥ. എൻ്റെ ദൈവമേ, ചേട്ടായി പോയതേ ഏഴായി. ചേട്ടായി പോയി. എൻ്റെ ദൈവം തമ്പുരാനെ, എന്നോ തണുപ്പോ എന്നോ മഞ്ഞു ഈശോയെ. ദൈവമേ, എനിക്കറിയത്തില്ല. എൻ്റെ കാലൊക്കെ ഉണ്ടല്ലോ വിറച്ചിട്ടേ ഈ എന്നാ പറയുന്നത്, ദശയൊക്കെ ഇങ്ങനെ മരച്ചിട്ട് ഇങ്ങനെ വിറച്ചിട്ട് വയ്യ. ചേട്ടാ പറയാം, എന്നെ ചെയ്യാനാടി പണിയാൻ പോയിരിക്കാൻ പറ്റുമോ? ഇങ്ങോട്ട് പോയിക്കാൻ മഞ്ഞ. പൊന്നു തമ്പുരാനേ മതി. ഇത് മഴ പെയ്തതല്ല കേട്ടോ. ഇന്നലെ വലിയ മഴയും കാര്യങ്ങളും രാത്രി പെയ്തില്ല, മഞ്ഞ് പെയ്ത് ചാരി കിടക്കുന്ന ഇത് ഐസ് വീടിനോടൊക്കെ ഒഴിവാന്ന്. ചേട്ടാ എന്ത് പറയുന്നത്, അയ്യോ ഇതെല്ലാം തണുത്ത് മറിച്ച് ഇത് ചേട്ടാ താത്തിട്ടതായിരുന്നു. ഞാനത് പിള്ളേർ വന്നപ്പോഴേ ഇന്നലെ പൊക്കി വെച്ചു. അയ്യോ ചേച്ചി മിറ്റം തൂക്കുന്നു ഈ മഞ്ഞത്ത്. എൻ്റെ പൊന്ന് തമ്പുരാനെ, കുറച്ച് കഴിഞ്ഞ് തൂത്താൽ പോരെ. ഇത് കണ്ടോ, കാലും കയ്യിലെല്ലാം ഉണ്ടല്ലോ മരച്ചിരിക്കും. ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കണം ഇന്ന്. ഇങ്ങനത്തെ ഈ തണുപ്പത്തെ ബാൾട്ടറിക്ക് ഇത് വരും. എൻ്റെ പൊന്നെ, മരിച്ചിരിക്കാന്നല്ല മരിച്ചിരിക്കുക. അതെ കിളി വന്നിരിക്കുന്നേക്ക്. പിള്ളേർ വരുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ, അമ്മയൊക്കെ വരുമെന്ന് പറഞ്ഞു. അപ്പം ഞാനെന്നാൽ രാവിലെ എന്തെങ്കിലും ഇച്ചിരി ചോറൊക്കെ, അതെങ്കിൽ ചോറൊക്കെ ആയിരിക്കും വേണ്ടതേ, ഉണ്ടാക്കി റെഡിയാക്കി വെക്കാനായിട്ട് എണീറ്റതല്ല. ഞാൻ കുറച്ച് സമയം കൂടെ അവിടെ മൂടിപ്പോയി കിടന്നേനെ. ഒത്തിരി സൈസ് തണുപ്പാണ്. ചേട്ടൻ പറഞ്ഞു ഇച്ചിരി കഴിഞ്ഞ് എണീറ്റാൽ മതിയെന്ന്. പക്ഷേ നമ്മൾ ശീലിച്ച് ആ സമയമാകുമ്പോൾ നമ്മൾ അറിയാണ്ട് എണീറ്റ് പോവേ. അതുകൊണ്ടോ രാവിലെ തന്നെ തീയൊക്കെ പിടിപ്പിച്ച് കഞ്ഞിക്ക് വെള്ളം വെച്ച് കുളിക്കാൻ വെള്ളം വെച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചേട്ടായി വേണ്ട കപ്പയും പൂത്തും ഒക്കെ മേടിച്ചുകൊണ്ട് കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇതുകൊണ്ട് പുറത്തോട്ട് നോക്കി മഞ്ഞൊരു അംശം പോലും കൊണ്ടില്ല. നല്ല മഞ്ഞാണ് പുറത്തോട്ടൊക്കെ, അത് ഉറക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ അവനെയൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ. ബീഫ് കറി വെക്കാം, കപ്പ വേവിക്കാം, എന്തെങ്കിലും തോരൻ വെക്കണം, മോര് കറി വെക്കണം. ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്നറിയാവോ? എൻ്റെ ചിമ്മനൊക്കെ വരുന്നുണ്ട്. അപ്പം ചെയ്യട്ടെ കേട്ടോ. രാവിലെ തൂത്തിട്ടത് കേട്ടോ. എന്നിട്ട് കണ്ടോ വീണ്ടും അവിടെ എല്ലാം ചപ്പ് വീണു. ഞാനിവിടെ എല്ലാം വേണ്ടാത്ത കുറച്ച് ചെടിയെല്ലാം ഒന്ന് കളയാൻ പോവാം കേട്ടോ. ഡാലിയ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കളയാൻ പോവാം, ഒന്ന് നീറ്റാക്കാം അല്ലേ. അമ്മ വന്നു, ചോറുണ്ടു, പാത്രം കഴുകുന്നു. അപ്പം എനിക്കിഷ്ടമുള്ള കേക്ക് ഇതാ കേട്ടോ, മാർബിൾ കേക്ക്. സത്യം ഞാൻ ഇതിൻ്റെ ഒരു ചെറിയ പീസൊക്കെ കഴിക്കും, അല്ലാണ്ട് ഞാൻ അങ്ങനെ ഒത്തിരി കഴിക്കത്തേ ഇല്ല കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഇന്നലെ ഞാൻ എൻ്റെ അനശ്വരക്കുട്ടി വന്നപ്പോഴത്തേനും ഒരു കേക്ക് അങ്ങ് മേടിച്ചു കൊടുത്തു. ഇന്ന് എനിക്കത് തിരിച്ചു കിട്ടിയതുണ്ടോ? അതാ ഞാൻ പറയുന്നത്, നമ്മൾ ഒരു സാധനം ഒരു മനുഷ്യന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതേലും വക നമുക്ക് കിട്ടിയിരിക്കും. എനിക്ക് മാർബിൾ കേക്കാണ് ഇഷ്ടം. എനിക്ക് പ്ലം കേക്കിനോട് അത്ര, പക്ഷെ എനിക്ക് ഇഷ്ടമാണ്. പ്ലം കേക്കിനോട് വലിയൊരു അടുപ്പില്ല. എനിക്കും അതെ, എനിക്ക് മാർബിൾ കേക്ക് ഇഷ്ടം. പക്ഷെ തൃശ്ശൂരിൽ എല്ലാവർക്കും ഇത് ആർക്കും ഇഷ്ടമില്ല. ആണോ? ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ചു കൊടുത്തിട്ട് ഒരു കഴിക്കുന്നുണ്ട് എല്ലാവരും, പക്ഷെ ഒരു ഇഷ്ടമില്ല. ചോക്ലേറ്റ് അടിക്കുന്ന ഇഷ്ടം. എനിക്കൊന്നുമില്ലാത്ത അതെ, എനിക്ക് മറ്റേ അത് ഞാൻ മേടിക്കുകയാണെങ്കിൽ ഞാൻ ആ ചോക്ലേറ്റ് ഇല്ലാത്തത് തന്നെ മേടിക്കും. ഇങ്ങനെ വെളുത്ത് മാത്രമേ അങ്ങനത്തെ ഉണ്ട്, അങ്ങനത്തെ മേടിക്കും. വലിയതൊന്നും ഇതൊന്നുമില്ല. എടുത്ത് പോയി ഏതായാലും കുറേ സാധനങ്ങൾ അവരിന്ന് സുധാമ കുറേ സാധനങ്ങൾ കൊടുത്തു വിട്ടൊക്കെ ഈ പ്രാവശ്യം. കുറേ സാധനങ്ങൾ കൊടുത്തു വിട്ടിട്ടുണ്ട്. ആ കുഞ്ഞുങ്ങൾ അവിടെ ഇല്ലായിരുന്നോ, എന്തിനാ കൊടുത്തു വിട്ടേന്ന് ഞാൻ ചോദിച്ചു. എൻ്റെ ദൈവമേ, എന്നാ
ഇതിനകത്തോട്ടൊക്കെ എടുത്ത് പോയി പഴമൊക്കെ. പഴമൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാതാട്ടോ. എല്ലാം ഒരുമാതിരിയായി. പക്ഷെ ഇത് ഫ്രഷ് ആയിരുന്നു കേട്ടോ, എടുത്ത് വെച്ചപ്പോ അടിപൊളിയായിരുന്നു. ഇപ്പൊ തന്നെ തിന്നുകയെന്നുള്ളതേ ഉള്ളൂ ഓപ്ഷൻ. നമുക്കിന്ന് തിന്നു തീർക്കാം. പഴം മാത്രം ഞാനും അമ്മയൊക്കെ എന്തോരം തിന്നാലും ചോറോ മതിയാവത്തെ. ചോറ് തന്നില്ലേലും കുഴപ്പമില്ല. ഇത് അമ്മ സെപ്പറേറ്റ് എടുത്ത് വെച്ചാട്ടോ, സിന്ധമ്മയ്ക്ക് സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞു. അരവണ അലുവ അതിനകത്തുണ്ടോ? ആ എന്നാ ഞാനതാ പറഞ്ഞു, അലുവ ഒരു ചെറിയ കഷ്ണം ആയിരുന്നു. ഇതിൻ്റെ കൂടെ ഇത്ര തന്നെ ഉള്ളു, ഒരു കട്ടിയും കൂടി അച്ഛൻ കൊണ്ടുവന്നുള്ളൂ. അതൊരു ചെറിയ കഷ്ണം അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള കൂടുതലും ഇങ്ങോട്ടേക്കാ ഇതാ തന്നിട്ട്. വിച്ചും കൊച്ചിനും ഭയങ്കര ഇഷ്ടം അലുവ. ജാനിക്ക് ഭയങ്കര ഇഷ്ടം അലുവ. എനിക്കും അലുവ ഇഷ്ടമല്ല. ഈ അമ്മയുടെ തീറ്റ ഗുണങ്ങളാണ് എനിക്കും കിട്ടിയേക്കുന്നത്. എനിക്കും ഇഷ്ടമല്ല. ഓ ഇത്രയും പഴവിന് തിന്നു തീർക്കണോ ദൈവമേ. ഒരു വളം ചേർക്കാത്തത് എന്നാ വലിയ കാകളായിരുന്നു അറിയണ്ടായിരുന്നത്. ഇത് ഏറ്റവും മേളുഭാഗമാ. ആ കഴിഞ്ഞ് എല്ലാവർക്കും കൊടുത്തു. നമ്മൾ അയൽവക്കാർക്ക് കൊടുക്കും. ആ മിറ്റത്ത് അലക്കലിനോടെ ആകെ അലക്കുന്ന വെള്ളം മാത്രമേ ചെയ്യാനായിട്ടുള്ളൂ. വിറ്റാമിൻ ഇൻക്രൂ. സോപ്പിന്റെ ഒക്കെ വന്നു കഴിഞ്ഞാൽ പുഴുക്കേടും ഇതൊന്നും ഉണ്ടാകത്തില്ല. വേറെ അല്ലേ? 5 ശുണ്ടരികള്. അയ്യോ ഒരു ശുണ്ടരി വിളിച്ചിട്ട് ചോദിച്ചു വരുന്നുണ്ടോ ചിന്തമ്മേ, വരുന്നുണ്ടോ തമ്മരു. അവള് കോമഡിയാട്ടോ. അവള് ഇവളെക്കാളും പാചകം അടിക്കൂല്ലേ? അത് ഈ ഉഷാമ ഇരുന്ന് ഇങ്ങനെ ചെവി തോറാണ്ട് പറഞ്ഞു കൊടുത്ത് ആപ്പിൾ അതിനകത്തും ഉണ്ടമ്മേ, മറ്റേനകത്തും ഉണ്ട് ആപ്പിളൊക്കെ. പേരക്ക നല്ലതാണോ? കുഞ്ഞു പേരക്കയാണല്ലോ ഇത്. ഇപ്പൊ ഒരു ഫ്രൂട്ട്സ് കട തുടങ്ങാനായിട്ടുള്ളതുണ്ടല്ലോ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാല്. ഈ പൈനാപ്പിള് മേടിച്ച് നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന ഒരു ചേച്ചിയുടെ കടയിൽ കുഞ്ഞു ഇതില് ജാനിയാ പറഞ്ഞ ആപ്പിള് മേടിക്കാൻ. ഓറഞ്ച്. ഇതെന്നാ? പഴം. ഇതെന്നാ? ഏത്തക്ക. ബനാന. ഇതെന്നാ? ബനാന. ഇതെന്നാ? ഫ്രാഷൻ ഫ്രൂട്ട്. ഞാൻ ഈ പ്രാവശ്യം മറ്റേ പഠിക്കുന്ന സാറ് തന്ന ബുക്കൊക്കെ ആയിട്ടാ വന്നേക്കുന്നത്. പേരക്കാട് ഇംഗ്ലീഷിലെ പേരിന്റെ അമ്മയ്ക്കും അറിയത്തില്ല. അയ്യോ അത് നമുക്ക് ഇവിടെ വച്ചേക്കാം. ചീനിപ്പോയി ഇവിടെ വച്ചേക്കാം. അപ്പൊ അത്ര ഫ്രൂട്ട്സിന്റെ പേര് പഠിച്ചില്ലേ? ഇതോ പായസം. അയ്യപ്പന്റെ പായസം അല്ലേ? എല്ലാവർക്കും കൊടുക്കാനുള്ള പായസം. ഓക്കെ. അപ്പൊ അതൊക്കെയാണ് കന്നിശാമി പോയിട്ട് വന്നിട്ടുള്ള പായസമാണ് കേട്ടോ. പൊന്നെ ചമ്പാച്ചിനെ കാണാൻ പോയായിരുന്നോ? കുഞ്ഞു നടയെ ചവിട്ടി കേറിപ്പോയോ? നല്ലായിരുന്നു, സൂപ്പറായിരുന്നോ? എന്നിട്ട് ഇപ്പൊ ഇന്ന് ഏഷ്യാന്റെ ഒരു അയ്യപ്പന്റെ സീരിയലുണ്ട്, അത് കാണിച്ച പണി. അതിട്ട് ചോറ് അതിനകത്താ. പറഞ്ഞു കൊടുക്ക്. കോക്കമിലാൻ. തണ്ണിമത്തൻ. ഇതോ ഇതോ മുണ്ടാരിയോ? ഇതോ സ്ട്രോബെറി. ഇതെന്നാ? ഇതോ മുന്തിരി. ഇതോ ആപ്പിൾ. പച്ച ആപ്പിള് കൊച്ചു കണ്ടിട്ടില്ല. ഇതോ റെഡ് ആപ്പിൾ. ഇത് ഗ്രീൻ ആപ്പിൾ, ഇത് റെഡ് ആപ്പിൾ. ഇതോ അത് എന്നാ ഫ്ലവർ, പൂവ്. ഫ്ലവർ പൂവ്. അതോ ഗ്രേപ്സ്.
മുന്തിരി. അച്ഛൻ പഠിപ്പിക്കാതിരിക്കുവേ, അവിടുത്തെ അച്ഛൻ പറയപ്പിച്ച പഠിപ്പിച്ചു കൊടുത്തതല്ല കൊച്ചിന്റെ പുസ്തകത്തിലെ ഇതോ, ഇത് സൺഫ്ലവർ. സൺഫ്ലവർ പറഞ്ഞേ. എന്ന് അംഗൻവാടിയിലൊക്കെ അടുത്ത മാസം തൊട്ട് പോയി തുടങ്ങും. അപ്പൊ തൊട്ട് ഇച്ചിരി ക്ലിയർ ആവും സംസാരം. ഇടി വെച്ചിട്ട് ഇവിടെ വെക്കാം, നമുക്ക് സൂക്ഷിച്ചു വെക്കാം. ഇപ്രാവശ്യം ഫ്രൂട്ട്സും എല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾ നേരെ ഇങ്ങ് പോരുകയും ചെയ്തു കേട്ടോ. പപ്പാടെ അടുത്തൊന്നും ഇറങ്ങിയില്ല. അവള് ഛർദ്ദിക്കുകയും ചെയ്തല്ലോ, അപ്പൊ ഞങ്ങൾ ഇങ്ങ് നേരെ പോകുന്നു. അപ്പൊ അമ്മ ഇതൊക്കെ അടുക്കി പെറുക്കി വെക്കട്ടെ. മുറ്റമൊക്കെ സൂപ്പറായോ? നല്ലതാണോ? ഇഷ്ടപ്പെട്ടോ? സൂപ്പറാണോ? പിന്നെ നമ്മുടെ പുൽക്കൂട് എന്തി? പുൽക്കൂട്, അമ്പാച്ചൻ്റെ പുൽക്കൂട്. അതാണോ ഇഷ്ടപ്പെട്ടോ പുൽക്കൂട് അമ്മാച്ചനെ? എന്നാ ഒരു ഉമ്മതാ. ചേട്ടായി പോകുന്നല്ലേ. അപ്പം ഇന്ന് അമ്മ ഏതായാലും കാര്യമായിട്ട് ഫ്രൂട്ട്സും കൊണ്ടാണ് വന്നേക്കുന്നത്. കഴിച്ച് തീർക്കട്ടെ. ഇനി ഉണ്ടല്ലോ, ഞാൻ നോക്കിയപ്പോൾ ഇവിടെ പോയി നിന്ന് പാട്ട് പാടും. ഏത് പാട്ടാ കൊച്ചു പാടിയേ? ജിംഗിൾ ബെൽ ജിംഗിൾ ബെൽ. നാനായോ? ഇത് പണ്ട് രാമായണം വായിക്കാൻ അടുത്തില്ലാത്തൊരു ആന്ന് വെക്കുന്നു പറഞ്ഞു കണക്കാണല്ലോ നീ. ജിംഗിൾ ബെൽ ജിംഗിൾ ഓൺ ദ വേ. മുട്ടിക്കരുത്, കസാരയൊന്നും മുട്ടിക്കരുത്. അയ്യോ, ക്രിസ്മസ് ട്രീയിലൊക്കെ നീക്കിയിടും അങ്ങോട്ട് കസാര. ദൈവമേ, കസാരയൊക്കെ നീക്കിയിട്ട് അങ്ങനെ അവിടെ ഇട്ടേക്കണം. കസാരയൊന്നും നമ്മളെ ട്രീയിലൊന്നും മുട്ടിക്കരുത്. ഇഷ്ടപ്പെട്ടോ? നല്ലയാണോ? വാവ്, സൂപ്പർ. ആണ്ട ചേട്ടായി, ആണ്ടടി വേണ്ട, ആരും ചേട്ടായി അവിടെ കുളിച്ച് സുന്ദരിയായി വരുന്നുണ്ട്. നല്ല ഉടുപ്പൊക്കെ ഇട്ട് ഡാഡീസ് ഗേളായിട്ട് വരുന്നുണ്ടോ? സുന്ദരിയായിട്ട് കണ്ടോ? അതാരടി വരുന്നത്? അതാരാ വരുന്നത്? തേത്തായി ആണോ അത്? എൻ്റെ ദൈവമേ, തേത്തായി. ആണ്ട തേത്തായും വന്നു. ഇതിനെ ഒളിച്ചേക്കട്ടെ പോകണോ? ഇതിനോ ചേട്ടായെ കണ്ടപ്പോ ഒളിച്ചേക്കട്ടെ പോകണോ? വേറെ കസാര തരാന്ന്. അത് വേണ്ട മോനെ, ഇത് മതി. ഈ കസാര മതി. ഈ കസാര മതി. ഈ കസാര മതിയിടി, അവന് ഇരിക്കുന്നില്ലെന്ന്. നിനക്ക് തരാൻ കസാര എടുക്കാൻ പോയതാ. ശിവി അടക്ക ഇങ്ങനെയാ വിളിക്കുന്നു ചേട്ടായി. കമോൺ കമോൺ, വാടാന്ന് പുന്നാരിച്ച് വിളിക്കുന്ന. എന്റെ പുൽക്കൂടൊക്കെ തട്ടിമറിച്ചേക്കല്ലേ. പുൽക്കൂടൊക്കെ തട്ടിമറിച്ചേക്കരുതെന്ന്. താഴോട്ടില്ല, പൊട്ടിപ്പോവും. ആർക്കറിയാം എന്നാ അപ്പുളി വന്നത്? ഒരു ഗൾഫിലെ ചേച്ചി ജ്യോതിയമ്മ മേടിച്ചു കൊടുത്തതാ കൊച്ചിന്. എൻ്റെ പൊന്നെ. ഇത് ക്രിസ്മസിന് ഇടാൻ നല്ല ഉടുപ്പായിരുന്നല്ലോ ഇങ്ങനത്തേത് അല്ലേ? താഴെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. ഇതെന്നിട്ട് സംഭവം? കൊച്ചിന്റെ ഓടി വരുന്നുണ്ട്. കൊറേ വാരി നിരത്തി കേട്ടോ. അത് ഞാനതെല്ലാം പിറകി കൊണ്ടുപോയി അകത്ത് വെച്ചു. അടുത്ത പെട്ടിക്കകത്ത് ഞാൻ ഇതെല്ലാം കൂടെ നിർത്തുന്നതെന്ന് ചോദിച്ചപ്പോ നീയാണ്. എന്നാണ്ട് ഇംഗ്ലീഷൊക്കെ പറയുന്നുണ്ട്. എന്തിട്ടാണ് ഇസ്മീന്നോ അങ്ങനെ എന്താണ്ടൊക്കെ അത് പറയുന്നത്. കളിക്കാൻ ക്രിസ്മസിന് 2 ഡ്രസ്സ് ഇട്ടുകൊണ്ട് ആശാൻ വന്നിട്ടുണ്ട്.
അവളുടെ കാറിന്റെ ആയിരിക്കും. അവളുടെ കാറിന്റെ ആവാനേ ചാൻസ് ഉള്ളൂ. ഒരിടത്ത് പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക, ഒരിടത്ത് പ്രാർത്ഥന, ഇവിടെ ഊത്ത്. ചോറും കറിയൊക്കെ വെച്ച് കല്യാണി ചേച്ചിക്ക് കൊടുക്ക്. ഇല്ല, ഒന്നും കൊണ്ടുപോയില്ല. ഇത് പപ്പ മേടിച്ചോണ്ട് വന്നല്ലേ. കണ്ണാടി കിടക്കുന്നു, കണ്ണാടി വെച്ചേ നോക്കട്ടെ. സൂപ്പർ കണ്ണാടി അച്ചു മേടിച്ചു കൊടുത്ത വണ്ടി ഇരിപ്പുണ്ട്. കണ്ണാടിയൊക്കെ വെച്ച് ഞങ്ങള് കുക്ക് ചെയ്യുള്ളൂ അല്ലേ ജാനി? കാണാവോ? കണ്ണ് കാണാവോ? മുളക് പൊടിയൊന്നും കൂടുതലിടല്ലേ. കണ്ണ് കാണാവോ കൊച്ചേ? അവിടെ പോയി ഇരുന്ന് കളിക്കിടിയുള്ളൂ. മുടി പുറകോട്ട് വരാനാ? ആണോ? ആ, ഉടുപ്പ ഞാൻ കണ്ടു. ഡാഡീസ് ഗേൾ. ഇവരിവിടെ കളിയൊക്കെ നടത്തട്ടെ, ഞാനും ഇവരോടെ. അമ്മേനെ 3-4 ദിവസമായിട്ട് കണ്ടില്ലെന്ന് വന്ന് നമ്മുടെ അയലൊക്കെക്കാരൊക്കെ ഇവിടെ അന്വേഷിച്ച് വരെ വന്നിട്ടുണ്ട്. ഇതിൽ കൂടുതൽ എന്നാ വേണം? സിന്ധുവിനെ തപ്പി 3-4 ദിവസമായിട്ട് നടക്കുന്നു. സിന്ധു കഥ കടിച്ചിട്ടിരിക്കുവാന്ന്. ഒരു തൊഴിലുറപ്പ് കൂട്ടുകാരാണ് കേട്ടോ. നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത വീട്ടിലെ ചേട്ടനാണ് കേട്ടോ. അവര് സെഞ്ചുറി അടിച്ചിരിക്കുക കേട്ടനെ കേട്ടോളൂടെ. ഇനി ഇവർക്കപ്പോ പണിയില്ലേ? കൊച്ചിനോടാണ് കേട്ടോ. കോടി അവന്റെ കാര്യം രസമാട്ടോ. അവനോട് കോടി ചോദിച്ചാ പല്ലുണ്ടാവത്തില്ല. ജാനി ഇച്ചിരി മാറി നിന്നോ. പറ്റിയ ആളോടാ കോടി ചോദിക്കുന്നത്. വാവാവയോ? നല്ല ആളെ ഇടിച്ചു. മീമിക്ക് തീറ്റ ഇട്ട് കൊടുത്തു. മീമിക്ക് പാപ്പം കൊടുക്കമ്മേ, മീമിക്ക് പാപ്പം കൊടുക്കമ്മേ. ചിന്നുവാ ഉണ്ടോ? മീമി ചിന്നുവാ. പൂവൊന്നും ഇടല്ലേ. പൂ കിട്ടാൻ മീമി ചത്തുവോ? പൂവിടല്ലേ. പൂ നല്ലതല്ലേ, അവിടെ നിന്നോട്ടെ കേട്ടോ. ഒന്നും പറിച്ചിട്ടേ. പാവമല്ലേ, അത് പാവമല്ലേ. അയ്യോ, അതിനെ പൂവൊക്കെ പറിച്ചിട്ട് അത് ചത്തുപോവും. എന്നാൽ നമുക്ക് അടച്ചു വെച്ചേക്കാം, അല്ലെങ്കിൽ കിളി കുത്തിക്കൊണ്ട് പോവാം. അമ്മ അടച്ചു വെക്കട്ടെ. എൻ്റെ അമ്മേ, അല്ലേ കൊക്ക് കൊത്തിക്കൊണ്ട് പോവേ. കൊക്ക് കൊത്തിക്കൊണ്ട് പോവേ. കൊക്ക് കൊത്തിക്കൊണ്ട് പോകും. നീ ഒരുത്തം വന്നിരിക്കുന്നു, ഒരു പട്ടാള. എന്നാ പോ, അമ്മ പോയി കുളിക്കട്ടെ. ഇതുകൊണ്ട് അമ്മൂൻ്റെ കൊണ്ട് കൊടു, വീഴാതെ പോ. ഇത്തെ വെള്ളം കിടക്കുന്നതുകൊണ്ട് അത്രയ്ക്ക് ഒരു ഇഷ്ടമില്ല. വെള്ളം ഇല്ലാത്തടത്ത് തപ്പി പോകുന്നുണ്ട് കേട്ടോ. കണ്ടോ, വെള്ളം പറ്റുന്ന ഇഷ്ടമില്ലേ. വളവളാണ്. ആ ചവിട്ടിയെ കൂടെ കയറുമ്പോൾ സൂക്ഷിച്ച് കയറിക്കണം, തെന്നും കേട്ടോ. ദൈവമേ, പാക്കാനെ കെട്ടിയിട്ടതാ പാപ്പുവേ. ഇവിടെ പാക്കാനെ കെട്ടിയിട്ടതാ. അതെന്നതാ ഇതൊക്കെയാ കൊച്ചിനറിയണ്ടേ. പാക്കാൻ. അയ്യോ, പാക്കാനാ. കിങ്ങിണീനെ പിടിച്ചോട്ടെ അല്ലേ കല്യാണി? അല്ലേ, കല്യാണീനെ പിടിക്കണ്ട, കിങ്ങിണിയെ പിടിച്ച് തിന്നട്ടെ. പാക്കാൻ കിങ്ങിണിയെ പിടിച്ച് തിന്നട്ടെ. പമ്മി പോയി ആ കമ്പിയെ കയറാൻ വേണ്ടി ന്യൂട്രി പോകുന്ന കണ്ടോ. അച്ചച്ചൻ അച്ചച്ചൻ ഇത് കണ്ടോ അച്ചച്ചൻ. ഉടനെ പ്രായമുള്ളവരെ കണ്ട എല്ലാ അപ്പച്ചനും അച്ചച്ചനും ഒക്കെയാണ് കേട്ടോ. കണ്ടോ
കളിയാ കേട്ടോ, കളിയാ. നീ കമ്പിയുടെ ഉണ്ടാക്കിയിട്ട് ഉരുണ്ട് പറിച്ചതായിട്ട് വീഴല്ലേ വണ്ടിയല്ലേ? വണ്ടിയെ എന്നാടി ഇടിച്ചോ? ഡൊമേ ഇടിച്ചണ്ട. എവിടെ നമുക്ക് ഇവിടെ നോക്കുമ്പോ കാണുന്നുണ്ടോ? ആ എൻ്റെ പൊന്നു മാതാവേ മതി. അവിടെ മുണക്കാൻ ഇപ്പുറത്തും ഉണ്ടല്ലോ ഇല്ലേ? അയ്യോ തമ്പുരാനെ. അപ്പം മേധാദായം പറിക്കാൻ പോവാട്ടോ. നല്ല തണുപ്പുണ്ട്. ഇപ്പം തന്നെ തണുപ്പാ. രാത്രി ഇന്ന് എങ്ങനെയാവും? ഇന്നോ തണുപ്പായിരുന്നു രാവിലെ. എല്ലാവരും പ്രാർത്ഥനയ്ക്ക് പോകുന്നു കേട്ടോ. കുടുംബയോഗത്തിന് വന്നിട്ട് പോയതാ കേട്ടോ. എല്ലാം നമ്മുടെ എസ്റ്റേറ്റിലുള്ള ചേച്ചിമാരാട്ടോ എല്ലാവരും. അതായത് വിലാസിനി ചേച്ചി, തുളസി ചേച്ചി എല്ലാവരും ഉണ്ട്. പ്രമീള ചേച്ചി എല്ലാവരും കൂടെ. താഴെ അമ്മിണിയമ്മയുടെ മകള് ഉണ്ടോ, എല്ലാവരും ഉണ്ട്. താഴെ ഇന്ന് കുടുംബയോഗമായിരുന്നു. കുടുംബയോഗത്തിന് എല്ലാവരും വന്നിട്ട് പോവാ കേട്ടോ. എന്നോട് വന്ന് എല്ലാവരും വർത്തമാനം പറഞ്ഞിട്ട് പോവാ. താമസിച്ച് പോയി, പിന്നെ വരുമ്പം കയറാമെന്ന് പറഞ്ഞിട്ട് പോയി കേട്ടോ. അമ്മു ദേ വയറ് പറിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. എന്നാ അതെ പൂവാണോ? മതിയോ? പോയാൽ കഞ്ചേരിപ്പിട്ടിട്ടില്ല. വാ പോകാം, പോകാം, വാ. വരുന്നില്ലേ? എന്നാ ഇവിടെ താമസിച്ചോ, ഞങ്ങൾ പോവാ. ഇന്നമ്മ പോവാണേ. ഓക്കെ ബൈ ബൈ, സീ യു. പൂച്ച ഇവിടെ നിപ്പുണ്ട്. പൂച്ച കടിച്ചു പറിച്ചോണേ പൂച്ച. കല്യാണിയുടെ വീട്ടിൽ കുടുംബയോഗമായിരുന്നു കേട്ടോ. അതിന് വെച്ച ഗണപതി പ്രസാദമാണ്. തമ്പാച്ചൻ്റെ ദാതനും അമ്മൂനോട് പറയാം, സൂപ്പറാ തമ്പാച്ചൻ്റെയാ. അതെ വാരി കൊടുക്കുന്നു കൊണ്ടുവന്ന്. ഓ എൻ്റെ പൊന്നേ. ഓയ്യോ എൻ്റെ അമ്മ. ഓ സൂപ്പറാണോ? എന്നാ മതിയേക്കാം, പോകാം വീട്ടിൽ പോ. എന്നാ ചെയ്യും? പോലീസിനെ വിളിക്കുന്നുണ്ട് ഞങ്ങള്. പോലീസിനെ വിളിക്കുന്നു പറഞ്ഞു. പാപ്പൂനെ ചെരുപ്പച്ചൂടെ കെട്ടി തൂക്കി. ആരോട് ചോദിച്ചിട്ടാ കെട്ടി തൂക്കിയേ? എന്ത് ചെയ്യും? പാപ്പുനോട് നമ്മൾ എന്ത് പറയും? ക്യാമറയിൽ പോയി പാപ്പുനോട് പറ. അവിടെ ചെന്ന് പറഞ്ഞു കൊടുക്ക്. എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കല്യാണിയുടെ ചെരുപ്പ് ഇനി ഇവിടെ കിടപ്പുണ്ട്, അത് കിട്ടാം. ചെരുപ്പൂടെ വേണം, കല്യാണിയുടെ ചെരുപ്പ്. പോലീസിനായിട്ട് വരാൻ. പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണം. പോലീസ് പിടിച്ചോണ്ട് പോവും. ഇതൊക്കെ എവിടുന്ന് കിട്ടുന്നതാണ് എന്താ? പിന്നെ ഞാനൊന്നല്ല, എനിക്ക് അറിയത്തോടില്ല. അവളാണ് എന്റെ അടുത്ത് ഫസ്റ്റ് പറഞ്ഞത്. കയ്യുന്യം എവിടുന്ന? പക്ഷെ ഇവിടെ ആവും, അതുകൊണ്ട് ഞങ്ങൾ അവിടെ പിടിക്കുന്നേ ഇല്ല. എന്താന്നറിയില്ല. അവിടെ ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. നിറച്ച് പിടിപ്പിച്ചു വന്നിട്ട് എനിക്ക് അയച്ചു തന്നാ മതി. ആവട്ടെ, ഇവിടുത്തെ കാലാവസ്ഥക്ക് പിടിക്കും അല്ലേ? ആ കൊച്ചിനും അതേ ഇളക്കം തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ജാനി ഇങ്ങനെ ഇളകി കാണിച്ചേ. ജാനി അതാ ദിക്കും ബലത്താണ്. തണുപ്പായിട്ടേ കിളി പൊരിക്കുക എല്ലാത്തിനും. ആവുമ്പോ ചൂടായിക്കൂടല്ലോ. അമ്മയുടെ പ്രായമായിട്ടില്ല മോനെ, കണ്ണാട വെച്ച് കഴിഞ്ഞു. അല്ല
ചെരുപ്പ് എടുത്ത് കളഞ്ഞപ്പോ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞു. ഇതായിരുന്നു ചെരുപ്പാ മോനെ, ലെതർ ചെരുപ്പാ. ഇതുണ്ടല്ലോ എന്നെ ഇതെന്നറിയോ, അവിടെ ഒരു ചെരുപ്പ് കച്ചവടക്കാരനുണ്ട് ചേട്ടായുടെ കടയുടെ ഫ്രണ്ടില്. കാണുന്ന പഠിക്കും 3 ദിവസം കഴിയുമ്പോൾ തെന്നാൻ തുടങ്ങും. കട്ടയൊന്നും ഇല്ലാത്ത ചെരുപ്പ്, പക്ഷെ ലെതർ ചെരുപ്പ് ഇത് എന്നാ ചെയ്യും. എന്നിട്ട് ഇതെല്ലാം പുരാവസ്തു മാതിരി ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചേക്ക. ഇപ്പൊ പുരാവസ്തു ഞങ്ങൾ കാണിച്ചു തരാം. ഞങ്ങളെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചാലും ഇത് മറ്റേ നാശിയ കണ്ടുകൊണ്ട് കൊറേ അറിവുകളുണ്ട്. നാശിയ ഒന്നുമില്ല, പൊട്ടിട്ടൊന്നുമില്ല, നല്ല ചെരുപ്പ്. പാപ്പുവിനോട് പറ, ക്യാമറയിൽ നോക്കി എല്ലാം കൊണ്ടുപോയെന്ന് പറ, ഒന്നും ഇല്ലെന്ന് പറ. പാപ്പ കൊണ്ടുപോയി, പാപ്പ. പാപ്പു ആണോ? കൊണ്ടുപോയി പാപ്പ. കിട്ടി. അയ്യോ ഷോ, അടുത്ത മത്സരത്തിന് പോവാട്ടോ. അതെ, കാ ഉള്ളത്തിനകത്തെറി. നമുക്ക് നോക്കാം എത്രമാത്രം വിച്ചുവിന്റെ. എന്നാ അതെല്ലാം കൂടെ ഒരെണ്ണം കെട്ടി തൂക്കാം. ഇതില് കായില്ല, തെങ്ങ്. ആ അതിന്റെ ഇതേ തന്നെ ചുറ്റിട്ടുണ്ട്. കൊഴപ്പില്ലല്ലോ, കൊല ഒടിഞ്ഞു പോരുമോ? ഓക്കെ. പറ്റില്ലെങ്കിൽ വേണ്ട, പറ്റണ്ട. പറ്റത്തില്ലെങ്കിൽ വേണ്ട. പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുന്നില്ല. നോക്കിയോ. അടി വേണോ? അമ്പ കിട്ടും. എക്സസൈസ് ക്യാമറയിൽ പാപ്പു വന്ന് അച്ചു ചെരുപ്പ് മണ്ടയ്ക്ക് വെച്ചെന്ന്. വട്ടി എടുത്ത് വെച്ചെന്ന് പറയാം ഇവിടെ തല്ലാൻ. അച്ചൂരിട്ട് നല്ല പറയാൻ. ടാറ്റ കൊടുക്കാൻ വേണ്ടേ. ഞാൻ നട്ട ബീൻസിന് ഇത്രയും ബീൻസ് ഇവിടെ കിട്ടി കേട്ടോ. കണ്ടോ, ഈ ബീൻസ് മെഴുക്ക് പറഞ്ഞ ചേട്ടാക്ക് ഇഷ്ടമാണ്. പിന്നെ ചേട്ടാ ഈ സാധനം മേടിച്ചു കൊടുത്തു വിട്ടോ. ഇന്നത്തെ അംഗമൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഞങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാനായിട്ട് പാടെ ഉള്ള ഒരു കൊച്ചാണ് കേട്ടോ. പാപ്പുവിൻ്റെ ചെരുപ്പെടുത്ത് കെട്ടിയിട്ട് ഒന്നും പറയണ്ട. ഇവിടെ അച്ചു 4 നേരം കഞ്ഞിയും വെള്ളവും കൊടുത്ത് നോക്കുന്നത് എല്ലായിടത്തും കറക്കി. സന്ധ്യക്ക് കറക്കം, പകല് കറക്കം ഒക്കെ കറക്കുന്നത്. പക്ഷെ പാപ്പുവിൻ്റെ ചെരുപ്പെടുത്ത് കളഞ്ഞത് മാത്രം അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അതാരാ അത്? ടൈഗർ, ലയൺ, അത് ഫോക്സ്. പറ. ലയൺ, ടൈഗർ, അത്രേ ഉള്ളൂ. അത് ഫോക്സ്, കുറുക്കൻ, ടൈഗർ, അത് പാരറ്റ്, തത്തമ്മ, കിളി. അപ്പൊ എല്ലാവരോടും വീഡിയോ കാണണേന്ന് പറഞ്ഞേ. വീഡിയോ കാണണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ഇടണം.
കൂട്ടത്തിൽ ആ വെൽവെറ്റിനൂടെ ടിൻ 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 അടിച്ചു പൊട്ടിച്ചേക്കണം കേട്ടോ. അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ, ലവ് യു പറ, ഒരു ഉമ്മ കൊടുക്കുക. അയ്യേ ഇതെന്നാ കൊച്ചാ, കിളി ചാർന്ന മാതിരിയാണോ ലവ് യു ഒക്കെ പറയുന്നത്?